കേരളം ഏറെ ഉറ്റുനോക്കിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനും തദ്ദേശ പരാജയത്തിനും പിന്നാലെ സിപിഎമ്മിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. പാലക്കാട് മേഖല റിപ്പോർട്ടിംഗിൽ പാർട്ടി ഉന്നയിക്കുന്ന വിഭാഗീയതയും പാർലമെന്ററി മോഹവും ശരിയാണെങ്കിൽ അതിനുമപ്പുറം രാഹുൽ മാങ്കൂട്ടം എന്ന യുവ പോരാളിയുടെ കരുത്തിന് മുന്നിൽ പകച്ചുപോയ ഒരു ഭരണകൂടത്തെയാണ് നാം അവിടെ കണ്ടത്. രാഹുലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനും കള്ളക്കേസുകളിൽ കുടുക്കി തളയ്ക്കുവാനും ശ്രമിച്ചവർക്ക് പാലക്കാട്ടെ ജനത നൽകിയ മറുപടി സിപിഎമ്മിനെ ഇന്നും വേട്ടയാടുകയാണ്. അതാണ് മേഖലാ റിപ്പോർട്ടിംഗിലൂടെ സിപിഎം പഠിച്ച പാഠം. 2010 ശേഷം ഒരു വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് ഉണ്ടായത് എന്നവർ വിലയിരുത്തുമ്പോൾ പാലക്കാട് അവർ നടത്തിയ ചില നാടകങ്ങളൊക്കെ അവർക്ക് തിരിച്ചടി നൽകിയെന്ന് വേണം പറയാൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി നാടകം, അത് കഴിഞ്ഞ് MLAയുടെ കാർ തടഞ്ഞും വഴിയിൽ കിടന്നും ബോണറ്റിൽ ഉരുണ്ടും നാടകം, അതിനെല്ലാം ചേർത്തുകൊണ്ട് നല്ല അടിപൊളി മറുപടി കൊടുത്തത് പാലക്കാട് ജനങ്ങളായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനുണ്ടായ പരാജയത്തിന് കാരണം വർദ്ധിച്ച പാർലമെന്ററി മോഹവും പ്രാദേശിക വിഭാഗീയതയുമാണെന്ന് സിപിഎം പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗ് വരുമ്പോൾ ചരിത്രത്തിലില്ലാത്ത വിധം സിപിഎമ്മിനെ തൂത്തെറിയാൻ നിർണായക പങ്ക് രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനുമുണ്ട്. പ്രാദേശികമായി വർദ്ധിച്ച പാർലമെന്ററി മോഹവും വിഭാഗീയത ചെറുക്കുന്നതിലെ വീഴ്ചക്കുറവും തിരിച്ചടിയായി. ക്ഷേമ പദ്ധതികൾ കൊണ്ട് തിരഞ്ഞെടുപ്പിന് ജയിക്കാമെന്ന മനോഭാവം തിരിച്ചടിയായെന്നും റിപ്പോർട്ട് നിരത്തുന്നു. ന്യൂനപക്ഷ ഏകീകരണം UDF ഫലപ്രദമായി ഉപയോഗിക്കുന്നത് മറികടക്കാനുമായില്ല. ഇടതുമുന്നണിക്ക് അടിസ്ഥാന രാഷ്ട്രീയ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. വലിയ പാർട്ടി എന്ന വിചാരത്തിൽ ഘടകകക്ഷികളോട് പെരുമാറരുത്, CPIയുമായിട്ട് നല്ല ഐക്യത്തിൽ പോകണമെന്നും പാർട്ടി റിപ്പോർട്ടിങ്ങിനിടെ പാർട്ടി നേതാക്കൾ നിർദ്ദേശം വെച്ചു. പാലക്കാട് നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന LDF മോഹങ്ങൾക്കേറ്റ പ്രഹരം ചെറുതായിരുന്നില്ല. വർദ്ധിച്ച പാർലമെന്ററി മോഹവും പ്രാദേശിക വിഭാഗീയതയുമാണ് പരാജയ കാരണമെന്ന് CPM മേഖലാ റിപ്പോർട്ടിംഗ് സമ്മതിക്കുമ്പോൾ പുറത്തു വരുന്നത് പാർട്ടിക്കുള്ളിൽ ചീഞ്ഞളിഞ്ഞ അധികാര തർക്കങ്ങൾ കൂടിയാണ്. എന്നാൽ ഈ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല എന്ന് പാലക്കാട്ടെ വോട്ടർമാർക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നിമിഷം മുതൽ അദ്ദേഹത്തെ വേട്ടയാടാനായിരുന്നു CPM ശ്രമിച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ വിയോജിപ്പുകൾക്ക് പകരം വ്യക്തിഹത്യയുടെ പുതിയ തലങ്ങൾ പാലക്കാട് കണ്ടു. രാഹുലിനെ തളയ്ക്കാൻ CPM പയറ്റിയത് ഏറ്റവും മ്ലേച്ഛമായ തന്ത്രങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം രാഹുലിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തിയും നുണക്കഥകൾ മെനഞ്ഞും അദ്ദേഹത്തിന്റെ പൊതുജീവിതം കരിവാരിത്തേക്കാൻ സൈബർ സഖാക്കൾ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ ആ പരിശ്രമത്തിലെല്ലാം മറുപടി കിട്ടിയത് അവർക്കായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ രാഹുലിന് സാധിച്ചു എന്നതാണ് CPMനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കാനുള്ള പ്രധാന ഘടകം. ഷാഫി പറമ്പിൽ എന്ന അതികായൻ ഒഴിഞ്ഞ സീറ്റിൽ രാഹുൽ വന്നപ്പോൾ അത് കോൺഗ്രസിന് വെല്ലുവിളിയാകുമെന്നായിരുന്നു CPM കരുതിയത്. എന്നാൽ ഷാഫി ഒരുക്കിയ അടിത്തറയിൽ രാഹുൽ പടുത്തുയർത്തിയ ആവേശം CPMന്റെ കണക്ക് കൂട്ടലുകളെ എല്ലാം അപ്പാടെ തെറ്റിച്ചു. മാസപ്പടിവാദത്തിലും അഴിമതിയിലും മുങ്ങി നിൽക്കുന്ന സർക്കാരിനെതിരെ രാഹുൽ ഉയർത്തിയ ഓരോ ചോദ്യവും പാലക്കാട്ടെ വോട്ടർമാർക്കിടയിൽ ആ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റെടുത്തിരുന്നു. വിഭാഗീയതയുടെ പേര് പറഞ്ഞ് തടി തപ്പാനായിരുന്നു പാലക്കാട്ടെ നേതാക്കൾ നോക്കിയത്. എന്നാൽ സത്യത്തിൽ പിണറായി വിജയന്റെ ഭരണത്തോടുള്ള ജനങ്ങളുടെ അമർഷവും രാഹുലിനെ പോലെയൊരു നേതാവിനോടുള്ള വിശ്വാസവുമായിരുന്നു UDF റെക്കോർഡ് വിജയം അന്ന് സമ്മാനിച്ചത്. രാഹുലിനെ കൊടുക്കാൻ നോക്കിയ ലൈംഗിക ആരോപണങ്ങളും മറ്റു കേസുകളും വെറും നനഞ്ഞ പടക്കമായി മാറിയെന്നാണ് ഈ റിപ്പോർട്ടിങ്ങിലൂടെ തെളിഞ്ഞത്. സ്വന്തം പാളയത്തിലെ പടലപ്പിണക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തവർ എങ്ങനെ ഒരു പോരാളിയെ നേരിടുമെന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ CPMന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടം വെക്കുന്നത്. ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പോരാളിയെ അവർ മനഃപൂർവ്വം ഒരു ഇരയാക്കി മാറ്റി നിർത്തിയപ്പോഴും അവർക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ കൊടുത്തു എന്നതാണ് സത്യം. അധികാരത്തിന് മുനയൊടിഞ്ഞ പാലക്കാടൻ മണ്ണിൽ നിന്നും ഉയരുന്നത് വരും കാല കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റൊലി കൂടിയാണെന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നു.